ഹലോ ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആണ്. എന്താ പറയുക, നമ്മളിപ്പോൾ വയനാട്ടിലുള്ള ദുരന്തവും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും അറിയുന്നുണ്ടല്ലോ. അവിടെയുള്ളവർക്ക് ഈ പറഞ്ഞ ഒത്തിരി ഇവിടുന്ന് ഒത്തിരി സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവരും കയറ്റി അയക്കുന്നുണ്ട്, അവർക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ. അപ്പോൾ ഒത്തിരി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റി അത്ര ആയില്ലേന്ന് വെച്ചിട്ട് ഇപ്പം എനിക്ക് ഇപ്പം ഷോപ്പാണ്, അപ്പോൾ എനിക്ക് പറ്റുന്നത് ഇപ്പം ഡ്രസ്സും കാര്യങ്ങളും കുറച്ച് കൊടുക്കാം എന്നുള്ള ഒരു ഇത് വന്നിട്ട് ഞാൻ വെച്ചിരുന്ന കുട്ടികൾക്കുള്ള ഡ്രസ്സ് വേണം എന്നുള്ള ഒരു ഇത് എന്താ പറയുക, സനാതാലയത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, അപ്പോൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പം വേറെയും കുറേ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് അവർ. അപ്പോൾ അതിന് നമുക്ക് എന്താണോ പറ്റുന്നത് അത് ചെയ്താൽ ബാക്കിയുള്ളവരും കൂടി ആകുമ്പോൾ അതിനോട് കുറച്ചെങ്കിലും ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്ന കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും നമുക്ക് പറ്റുന്ന രീതിക്ക് കൊടുക്കാം എന്നിങ്ങനെ വിചാരിച്ചു. ഈ പറഞ്ഞ കണക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം വിളിച്ച് പറയുന്നതല്ല. ഇപ്പം ഈ പറഞ്ഞ കണക്ക് നമ്മൾ ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാൾ കൂടി ഓക്കെ നമുക്കെന്നാ ഉള്ളതുപോലെ ഇത്രയും നമുക്കും കൊണ്ട് കൊടുക്കാം എന്ന് തോന്നിയിട്ട് അവരും ചെയ്യുകയാണെങ്കിൽ വലിയൊരു കാര്യമല്ലേ. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുക്കുന്നത്, അല്ലാതെ നമ്മൾ ഇന്നത് കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം അവരനുഭവിക്കുന്ന അവസ്ഥയും ദുരന്തവും അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ സേഫായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണോ പറ്റുന്നത് അത് ചെയ്യാമെന്ന് കരുതിയെന്നേ ഉള്ളൂ. അതിൽ വേറെ യാതൊരു ഉദ്ദേശവുമില്ല, നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറേ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മളിവിടെ പറ്റുന്ന പോലെ കിഡ്സിനുള്ളതും ലേഡീസിനുള്ളതും. നമുക്കിപ്പോൾ ഇവിടെ അതാണ് ഉള്ളത്. അപ്പോൾ അത് കാരണം ഞാൻ അത് രണ്ടും എടുത്ത് വെച്ചു. പാക്ക് ചെയ്തിട്ടില്ല, എല്ലായിടത്തും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റം കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. പറ്റുന്ന പോലെ കുറച്ച് ഫുഡ് ഐറ്റം കൂടി വാങ്ങിച്ചിട്ട് അതും കൂടെ ചേർത്ത് ഒരു ബോക്സ് ആക്കിയിട്ട് കൊണ്ട് കൊടുക്കാമെന്നുള്ളൊരു ഐഡിയയിലാണ്. അപ്പോൾ എന്തായാലും അത് വാങ്ങാൻ വേണ്ടി പോവാണ്. ഫുഡ് ഐറ്റം കുറച്ച് വാങ്ങിച്ചിട്ട് അതും കൂടെ വെക്കുന്നത് എന്തായാലും ഓരോന്നും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇന്നത് വാങ്ങിച്ചു അത് കാണിക്കില്ല, കാരണം നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കുക അത്ര തന്നെ. പക്ഷേ പാക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കും. അത് ഈ പറഞ്ഞ കണക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ തോന്നുന്നെങ്കിൽ അത് തോന്നട്ടെ എന്നുള്ള രീതിക്ക് മാത്രം അങ്ങനെ കാണിക്കുന്നതാണ്, അല്ലാതെ വേറെ ഒരു ഉദ്ദേശവും ഇല്ല. അതിന് നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ സാധനം കൂടി മേടിച്ചിട്ട് വന്നിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. ഡ്രസ്സും അപ്പോൾ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാം പാക്ക് ചെയ്ത് സനാതാലയത്തിൽ ഏൽപ്പിച്ചു. അപ്പോൾ നാളെയാണ് അവിടെ നിന്ന് വണ്ടി പോവുക. നാളെ ഈവനിങ് നൈറ്റ് ആവും എന്നാണ് പറഞ്ഞത്. ആദ്യം ഉച്ചയ്ക്കായിരുന്നു പറഞ്ഞിരുന്നത്, പിന്നെ ഈ കുറേ പേര് സാധനങ്ങൾ കൊണ്ടുവരുമെന്ന് അറിയിച്ച് വെച്ചിട്ട് അവർ അത് ഈവനിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ സമയത്ത് പറ്റുമെങ്കിൽ ഞങ്ങളും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല അപ്പോഴത്തെ സാഹചര്യം പോലെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇന്ന് തന്നെ കൊണ്ടെത്തിച്ചു. ഒക്കെ ഒരുപാട് സന്തോഷം, മനസ്സിനും നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം അത്രയ്ക്കും അവരവിടെ കിടന്ന് കഷ്ടപ്പെടണം. അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, അത് തന്നെ ഏറ്റവും വലിയ കാര്യം. ഒരുപാട് പേര്, അതായത് നമ്മൾ ഈ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തർ ചെയ്യുമ്പോൾ നമ്മളും ഈ പറഞ്ഞ ഓരോരുത്തർ ചെയ്യുന്ന കണ്ട് ആണ് നമ്മളും ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ ഒരാൾക്കെങ്കിലും അതുപോലെ എന്തെങ്കിലും അവരെക്കൊണ്ട് പറ്റുന്നത് വളരെ കുറച്ചാണെങ്കിലും അവർക്കത് ചെയ്യാനുള്ള മനസ്സ് വന്നാൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എല്ലാവർക്കും അതിനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അവരാൽ കഴിയുന്നത് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഈ അയക്കുന്നത് ചിലപ്പോൾ അവരുടെ ആവശ്യത്തിന് പോലും തികയത്തില്ലായിരിക്കും, എന്നാലും കുറച്ചെങ്കിലും ആവുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് തന്നെയാണ് ഞങ്ങളും ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും അത് ചെയ്യാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ ഞങ്ങൾ പറ്റുമെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടാവും.
ഇല്ലെന്നുണ്ടെങ്കിൽ പറ്റിയില്ലെങ്കിൽ അവർ അതിൻ്റെതായ രീതിക്ക് അവർ ചെയ്യും. നമുക്ക് പറ്റുമെങ്കിൽ നമ്മളതിലും പങ്കുചേരണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ എന്തായാലും നോക്കാം.